എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ന്യൂമറോളജിയിൽ രണ്ടാമത്തെ വെർട്ടിക്കൽ പ്ലെയിൻ, അതായത് വിൽ പ്ലെയിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. വിൽ പ്ലെയിനിലുള്ള നമ്പറുകൾ 9, 1, 5 ഈ 3 നമ്പറുകളാണ് വിൽ പ്ലെയിനിലുള്ളത്. ഈ നമ്പറുകൾ വന്നാൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. 9, 5, 1 ഈ 3 നമ്പറുകളും വരികയാണെങ്കിൽ ഈ വിൽ പ്ലെയിൻ ഒരാളുടെ 100% ആക്റ്റീവ് ആയിരിക്കും. അതേസമയം ഏതെങ്കിലും 2 നമ്പറുകൾ മാത്രമേ വരുന്നുള്ളെങ്കിൽ, അതായത് 9, 5 അല്ലെങ്കിൽ 5, 1 അല്ലെങ്കിൽ 9, 5 ഇത് മാത്രമേ വരുന്നുള്ളെങ്കിൽ അതൊരു 67% ആക്റ്റീവായിരിക്കും. അതേസമയം ഏതെങ്കിലും ഒരു നമ്പർ മാത്രമേ വരുന്നുള്ളെങ്കിൽ അതിൻ്റെ അർത്ഥം ഒരു 33% ആക്റ്റീവായിരിക്കും എന്നുള്ളതാണ്. ഈ ക്ലാസ്സിൽ ഞാൻ 9 മാത്രമായിട്ട് വന്നാൽ, അല്ലെങ്കിൽ 5 മാത്രമായിട്ട് വന്നാൽ, അല്ലെങ്കിൽ 1 മാത്രമായിട്ട് വന്നാൽ എങ്ങനെയായിരിക്കും എന്ന് പറയുന്നില്ല. കാരണം ഇതിന് മുമ്പ് നമ്മൾ ഹൊറിസോണ്ടൽ പ്ലെയിനുകൾ എടുത്തപ്പോൾ അതിൽ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. ശരി, ഇനി ഈ 3 നമ്പറുകളും ഇല്ല എങ്കിൽ, അതായത് ആബ്സെൻ്റ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ വിൽ പ്ലെയിൻ ആബ്സെൻ്റ് ആണെന്ന് അർത്ഥം. നമുക്കറിയാം, അങ്ങനെ 3 നമ്പറുകൾ ആബ്സെൻ്റ് ആണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ വിൽ പവർ എന്ന് പറയുന്ന സാധനം വളരെ പെട്ടെന്ന് ഇല്ലാതാവുന്നതാണ് അർത്ഥം. അതായത് ജീവിതത്തിൽ 1, 2 പ്രതിസന്ധികൾ വരുമ്പോൾ തന്നെ, അല്ലെങ്കിൽ പരാജയങ്ങൾ വരുമ്പോൾ തന്നെ ഇവരുടെ ആ ഒരു വിൽ പവർ എന്നുള്ളത് നഷ്ടപ്പെടും. അതായത് അവർ പരാജയം സമ്മതിക്കും എന്നാണ് അർത്ഥം. വിൽ പ്ലെയിൻ്റെ ഒരു പ്രത്യേകത, വിൽ പ്ലെയിൻ്റെ 3ാമത്തെ രാജയോഗമായിട്ടാണ് പറയുന്നത്. കാരണം വേർ ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ എന്നാണല്ലോ. അതുകൊണ്ട് വിൽ പ്ലെയിൻ കംപ്ലീറ്റ് ആണെങ്കിൽ അതൊരു രാജയോഗമാണ്. അവർക്ക് ജീവിതത്തിൽ ഫൈറ്റ് ബാക്ക് ചെയ്ത് വരാനുള്ള കഴിവ് കൂടുതലായിരിക്കും എന്ന് പറയുന്നു. ഇനി ഈ 3 നമ്പറുകളും വന്നാൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് 9 ഉണ്ട്, 5 ഉണ്ട്, 1 ഉണ്ട്. 9 റെപ്രസെൻറ്റ് ചെയ്യുന്നത് ചൊവ്വേനെയാണ്, ഹയസ്റ്റ് എനർജീനെയാണ് നമുക്കറിയാം. 5 റെപ്രസെൻറ്റ് ചെയ്യുന്നത് ബുധനെയാണ്, ഇൻ്റലിജൻസിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അതൊരു ബാലൻസിങ് നമ്പറാണ് നമുക്കറിയാം. 1 റെപ്രസെൻറ്റ് ചെയ്യുന്നത് സണ്ണിനെയാണ്, അതൊരു കിങ് ആണ്, റോയൽ നമ്പറാണ് നമുക്കറിയാം. ഈ 3 നമ്പറുകളും വരുന്ന ആളുകൾ ഹൈലി വിൽ പവർ ഉള്ള ആളുകളായിരിക്കും. അവരുടെ ഫൈറ്റ് ബാക്ക് നേച്ചറാണ് അവരുടെ പ്രത്യേകത. അതായത് ജീവിതത്തിൽ 1, 2 പരാജയങ്ങൾ കൊണ്ടൊന്നും ഇവർ തോറ്റുപോവില്ല. എത്ര തവണ പരാജയപ്പെട്ടാലും വീണ്ടും തിരിച്ചു വരാനുള്ള കഴിവിനെയാണ് ഈ വിൽ പ്ലെയിൻ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം, അവർക്കെല്ലാം പരാജയത്തിൻ്റെ കഥകൾ പറയാനുണ്ടാവും. ആ പരാജയത്തിൽ നിന്ന് വീണ്ടും പരിശ്രമിച്ചുകൊണ്ടാണ് അവർ വിജയത്തിലോട്ട് വരുന്നത്. അവരുടെ എല്ലാം ഡേറ്റ് ഓഫ് ബർത്ത് എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ വിൽ പ്ലെയിൻ കംപ്ലീറ്റ് ആയിട്ടുള്ളതായിട്ട് കാണാം. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഫൈറ്റ് ബാക്ക് നേച്ചറാണ് ഇതിൻ്റെ പ്രത്യേകത. ജീവിതത്തിൽ ഒരു 28 വയസ്സ് വരെ ഇവർക്ക് പലതരത്തിലുള്ള ഒരു സെറ്റ് ബാക്കുകൾ ഉണ്ടാകും, പല പ്രശ്നങ്ങളും ഉണ്ടാകും. പക്ഷേ അതിൽ നിന്നെല്ലാം ഇവർ ഫൈറ്റ് ബാക്ക് ചെയ്തു വരും. ഒരു 32 വയസ്സിന് ശേഷമാണ് ഇവരൊന്ന് കൃത്യമായ രീതിയിലൊന്ന് സെറ്റിലാവാൻ പോകുന്നത്. വളരെ എനർജറ്റിക് ആയിട്ടുള്ളൊരു നമ്പറാണ്, വളരെ നല്ല കാഴ്ചപ്പാടുള്ള നമ്പറുകളാണ്, ധൈര്യമുള്ള നമ്പറുകളാണ്. അതായത് ഈ സണ്ണിൻ്റെയും ചൊവ്വയുടെയും ഈ ബുധൻ്റെയും ക്വാളിറ്റീസൊക്കെ ഈ നമ്പറുകളിൽ കാണും. ഇതാണ് ഈ വിൽ പ്ലെയിൻ കംപ്ലീറ്റ് ആയുള്ള പ്രത്യേകത. പിന്നെ വളരെ ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ആയിരിക്കും. കാര്യം സണ്ണുണ്ടല്ലോ, പിന്നെ ചൊവ്വയും ഉണ്ട്, അതായത് 9 ഉണ്ട്. അതുകൊണ്ട് വളരെ ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ആയിരിക്കും. എന്തായാലും ഈ സക്സസ്സിന് പറ്റിയൊരു നമ്പറാണ്. ചിലർ പറയും വിൽ പ്ലെയിനും പ്രാക്ടിക്കൽ പ്ലെയിനും, അത് 4th രാജയോഗവും 3rd രാജയോഗവും, ഇത് രണ്ടും ഉണ്ടായാൽ തന്നെ ആളുകൾ സക്സസ്ഫുൾ ആകുമെന്ന് പറയും. അല്ലെങ്കിൽ വിൽ പ്ലെയിനും ആക്ഷൻ പ്ലെയിനും ഇത് രണ്ടും ഉണ്ടായാലും ആളുകൾ വളരെ സക്സസ്ഫുൾ ആകും എന്നാണ് പറയാറ്. കാര്യം എന്ത് വേണമെങ്കിലും വിൽ പ്ലെയിൻ കംപ്ലീറ്റ് ആവണമെന്നുള്ളതാണ് അർത്ഥം. ഇനി 2 നമ്പറുകൾ വന്നാൽ എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം. അതായത് 9, 1. 9 എന്ന് പറയുന്നത് എന്തിനാ? ചൊവ്വേനെയാണ്. 1 എന്ന് പറയുന്നത് സണ്ണിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ 2 നമ്പറുകളുള്ള ആളുകളുടെ പ്രത്യേകത, ഇവർ ഈ പറഞ്ഞ പോലെ വളരെ കമാൻഡിങ് നേച്ചറുള്ള ആളുകളായിരിക്കും. ഒരു സംഘത്തിനെയൊക്കെ കൊണ്ടുപോകാൻ കഴിവുള്ള ആളുകളായിരിക്കും. കൃത്യമായ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ കഴിവുള്ള ആളുകളായിരിക്കും. ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആളുകളായിരിക്കും. കാര്യങ്ങൾ ഏറ്റെടുക്കാൻ, അതായത് ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കഴിവുള്ള ആളുകളായിരിക്കും. അത് ഭംഗിയായിട്ട് നിർവഹിക്കാൻ കഴിവുള്ള ആളുകളായിരിക്കും 9, 1 ഈ വിൽ പ്ലെയിനിൽ വരുന്ന ആളുകൾ. പിന്നെ ഇവർ എല്ലാവരെയും റെസ്പെക്റ്റ് ചെയ്യുന്ന ആളുകളായിരിക്കും. എല്ലാവരെയും ബഹുമാനിക്കാൻ ഇവർക്കറിയാം, എങ്ങനെയാണ് ബഹുമാനിക്കേണ്ടതെന്ന് അറിയാം. പിന്നെ ഹയർ എഡ്യൂക്കേഷന് പോകാൻ കപ്പാസിറ്റി ഉള്ള ഒരു നമ്പറുമാണ്, പ്രത്യേകിച്ച് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. കാര്യം ചൊവ്വ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ടെക്നിക്കൽ എഡ്യൂക്കേഷനെയാണ്. ഇനി മറ്റ് 2 നമ്പറിൻ്റെ കോമ്പിനേഷൻ നോക്കാം. 9, 5. 9 എന്ന് പറയുന്നത് ചൊവ്വയാണ്, 5 എന്ന് പറയുന്നത് ബുധനുമാണ്. ഈ 2 നമ്പറുകൾ വരുന്ന ആളുകൾ വളരെ കൈൻഡ് ഹാർട്ടഡ് ആയിട്ടുള്ള ആളുകളെ ആയിരിക്കും. അതായത് 9ൻ്റെ ഒരു ഹ്യൂമാനിറ്റേറിയൻ നേച്ചർ അവിടെ കാണാം. മറ്റുള്ളവരെ സഹായിക്കാൻ വളരെ താല്പര്യമുള്ള ആളുകളാണ്. വളരെയധികം കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ആളുകളാണ്. അതുമാത്രമല്ല, ഇവർ വളരെ ആധികാരികമായിട്ട് പറയും. കാര്യം ചൊവ്വയുടെ ആധികാരികതയും ഈ ബുധൻ്റെ ഒരു ഇൻ്റലിജൻസും കൂടി വർക്ക് ചെയ്തിട്ട് ഇവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വളരെ എക്സലൻ്റ് ആണ്. അതായത് ഇവരൊരു കാര്യം പറയുമ്പോൾ നമുക്കത് എതിർക്കാൻ പറ്റില്ല, എതിർത്ത് തോപ്പിക്കാൻ പറ്റില്ല. സെയിൽസ് ഫീൽഡിലൊക്കെ ഈ നമ്പറുകൾ വളരെ എക്സലൻ്റ് ആണ്. കാര്യം അവർ പറയുന്നതെല്ലാം ശരിയായിട്ട് നമുക്ക് തോന്നും, നമ്മൾ അംഗീകരിച്ച് കൊടുക്കേണ്ടിയും വരും. പിന്നെ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു നമ്പറാണ്. അത് ബുധൻ്റെ ഒരു ക്വാളിറ്റിയാണ്, 5ൻ്റെ ഒരു ക്വാളിറ്റിയാണ്. എന്തിനേയും അവർക്കനുസൃതമായി മാനിപ്പുലേറ്റ് ചെയ്ത് കാണിക്കാൻ, അവർക്ക് അനുകൂലമായ രീതിയിൽ മറ്റുള്ളവരെ ആക്കി തീർക്കാനുള്ള ഒരു കഴിവ് ഈ 2 നമ്പറുകളും വരുമ്പോൾ, അതായത് 9, 5 വരുമ്പോൾ ഉണ്ടാകും. പിന്നെ സ്ട്രോങ് വിൽ പവറുള്ള ഒരു കോമ്പിനേഷൻ കൂടിയാണ് ഇത്. കാര്യം ഈ ചൊവ്വയുള്ളത് കാരണം.
അപ്പോൾ ഒരു ചൊവ്വയുടെ എനർജിയും ബുധൻ്റെ ഇൻ്റലിജൻസും കൂടി ബുധൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും കൂടി ഒരുമിച്ച് ചേർന്നുള്ള പ്രത്യേകതകളായിരിക്കും ഇവർക്ക് കാണുന്നത്. പിന്നെ അടുത്ത നമ്പറുകൾ എന്ന് പറയുന്നത് 1, 5 കോമ്പിനേഷനാണ്. 1 എന്ന് പറഞ്ഞാൽ സൺ, 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെർക്കുറി. ഇവിടെ നമ്മൾ ജ്യോതിഷത്തിൽ പറയുന്നത് പോലെ ആദിത്യ ബുധയോഗം, അതായത് നിപുണയോഗം എന്ന് പറയും. വളരെയധികം നല്ല എഡ്യൂക്കേഷൻ കഴിവുള്ള ആളുകളാണ്. കാര്യം സൂര്യനും ബുധനും ആണ് ഒരുമിച്ച് നിൽക്കുന്നത്. പിന്നെ വളരെ ഷാർപ്പ് മൈൻഡായിട്ടുള്ള ആളുകളാണ്. വളരെ ബിസിനസ് ആയിട്ട് ബന്ധപ്പെട്ട് വളരെ പുരോഗതി കൈവരിക്കാൻ സാധ്യതയുള്ള ആളുകളാണ്. കാര്യം മെർക്കുറി റെപ്രസെൻ്റ് ചെയ്യുന്നത് ബിസിനസ്സെയാണ്. സണ്ണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഹെഡിനെ, ഒരു സ്ഥാപനത്തിൻ്റെ മേധാവിയെ, അല്ലെങ്കിൽ പുതിയതായിട്ട് എന്തിനെങ്കിലും തുടങ്ങുന്നതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് സണ്ണാണ്. അതുകൊണ്ട് തന്നെ ബിസിനസ്സിൻ്റെ കാര്യത്തിൽ ഈ 1, 5 കോമ്പിനേഷൻ വളരെ എക്സലൻ്റ് ആണ്. ബിസിനസ്സുകാരോട് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 1, 5 കോമ്പിനേഷൻ ഉള്ളപ്പോൾ ഒന്നെങ്കിൽ അച്ഛനായിരിക്കും കൂടുതൽ ഷൈൻ ചെയ്യുന്നത്, അതായത് സണ്ണായിരിക്കും കൂടുതൽ ഷൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ 5 ആയിരിക്കും, അല്ലെങ്കിൽ മകളോ ആയിരിക്കും കൂടുതൽ ഷൈൻ ചെയ്യുന്നത്. രണ്ടിൽ ഒരാളായിരിക്കും കൂടുതൽ ഷൈനിങ് ആവുന്നത്, അതായത് ബിസിനസ്സിലായാലും ഉദ്യോഗത്തിലായാലും ഒക്കെ. ഇതാണ് ഈ ഒരു നമ്പറുകളുടെ പ്രത്യേകത. അപ്പം അടുത്ത പ്ലെയിൻ എന്ന് പറയുന്നത് ആക്ഷൻ പ്ലെയിൻ ആണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.